ഷോ സ്റ്റോപ്പ് ചെയ്യുന്നവൻ. എന്തു പറയും? അയ്യോ ഊത്താനടിക്കുന്നു. റൂം ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ എന്റെ റൂമിനകത്തുണ്ടാവും. എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കോൾ മീ. ഓക്കെ ഓക്കെ ബൈ. നമ്മൾ അടുത്തടുത്തുള്ള റൂമാണ്. ഞാൻ എന്റെ റൂമിലേക്ക് കയറുന്നു. യോ അമ്മേ, വാവ്, കൊള്ളാലോ. ഹായ്, നിങ്ങൾ എന്നെ കണ്ടിട്ട് കുറച്ച് നാളായില്ലേ? കുറച്ച് നേരമായില്ലേ? സുഖല്ലേ? റൂമൊക്കെ വിശാലമായിട്ടുണ്ട്. പക്ഷേ ഒരു 2 മിനിറ്റ് റെസ്റ്റ് കിട്ടാൻ യാതൊരു സാധ്യതയില്ല. നേരെ ഇപ്പൊ പ്രാക്ടീസിന് പോണം. റൂം ടൂർ പെട്ടെന്നൊന്ന് കാണിച്ചു തന്നാലോ? വാവ്, അടിപൊളി. ആരിമോ സൂപ്പർ ചോയ്സ് ബേബി. വാവ്, നല്ല കിടിലൻ ബാൽക്കണി ഏരിയ കേട്ടോ. ഓ നൈസ്, സൂപ്പർ. അപ്പൊ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യണ്ട അല്ലേ? കുറച്ച് നേരത്തിനുള്ളിൽ എന്റെയും ആളുടെയും മേക്കപ്പ് ആർട്ടിസ്റ്റ് വരും. സോ ഇനി പ്രാക്ടീസ് സെഷനിൽ കാണാം. അപ്പൊ ആ നൈറ്റ് ഓണാകുന്നതിന് മുന്നേ നിങ്ങൾ ഓൺ സ്റ്റേജ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് ചിക്കു ഉണ്ടല്ലോ, ചിക്കു ഫോളോ ചെയ്താൽ ഓൾറൈറ്റ്. ശില്പ ക്യൂ തരും. ശില്പ അല്ലെങ്കിൽ അഞ്ചു അല്ലെങ്കിൽ ആരോ ഇവിടെ ക്യൂ തരുന്നതനുസരിച്ച് നിങ്ങൾ കയറി. അങ്ങനെ നമ്മുടെ റിസോർട്ടിലെ റെസ്റ്റോറന്റ് ആണ് ഇത്. ഇത് കണ്ട ആരൊക്കെയാ ഇവിടെ കണ്ട? എന്ത് നല്ല വ്യൂ അല്ലടാ, നല്ല സൂപ്പർ ബീച്ച് വ്യൂ ഉള്ള റെസ്റ്റോറന്റ്. അവിടെ ബോട്ട് ഉണ്ട്. ഐലൻഡോ? എന്ത് ഐലൻഡ്? ശരി, കൊള്ളാലോ. കണ്ടോ, നല്ല അടിപൊളി വ്യൂ ഉള്ള ഈറ്റിംഗ് ഏരിയ ആണ്. പിന്നെ ഇവിടുന്ന് ഇപ്പൊ നമ്മൾ ഫുഡ് കഴിച്ച് നേരെ ഫ്രഷായി റെഡിയാവും. എനിക്കും മാളനും സംഗീതത്തിന് മേക്കപ്പ് ചെയ്യുന്നത് സുരുമിയാണ്. ഹായ് സുരുമി. സുരുമീനോട് ഞാൻ പതുക്കെ കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. സമയമെടുത്ത് കഴിച്ചാൽ മതി. കാരണം ഞങ്ങൾ കഴിച്ച് കുളിച്ച് റെഡി ആയിട്ട് വേണം സുറുമിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വ്ളോഗ്, ഇവിടെ നിന്ന് അങ്ങോട്ടൊരു വ്ളോഗ് തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് ഗൈസ്. അപ്പോ സുറുമിയുടെ കലാവിരുന്നുകളൊക്കെ എൻ്റെ മുഖത്ത് ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. കൂടെ ഹെയറും ഏകദേശം പകുതി വഴി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 മണിക്കൂർ 3 മണിക്കൂർ കഷ്ടപ്പെട്ടാലും തീരാത്ത കാർക്കൂന്തലുള്ള മാളു ഇപ്പൊ തൽക്കാലം തുടങ്ങി. പ്രഗ്നൻസിക്ക് ശേഷം ഇത്തിരി കട്ടി വന്നിട്ടുണ്ട്. ഇത് രസമായോ ഇവിടെ ചുമ്മാ കടല് കണ്ടോണ്ടിരിക്കാൻ? ഭയങ്കര നല്ല പോസിറ്റീവ് വൈബുള്ള, നല്ല കാറ്റുള്ള നല്ലൊരു റിസോർട്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനൊരു റിസോർട്ട് പോവാറില്ല ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ കഴിഞ്ഞ ആഴ്ച വേറൊരു റിസോർട്ടിൽ വന്നായിരുന്നു. പക്ഷെ ദിസ് ഇസ് ബ്യൂട്ടിഫുൾ. എന്താ ഊത്ത്? എന്താ പറഞ്ഞ നീ? പറ. നമ്മള് പ്ലാൻ ചെയ്ത കണ്ടന്റ് ആണ് മള, നീ ചീറ്റ് ചെയ്തത്. കാസർഗോഡ് വേഴ്സസ് പാലക്കാട്. അത് അങ്ങനെ എടുക്കാം. നീ പറ. അല്ല, അറ്റ്ലീസ്റ്റ് ആർക്കെങ്കിലും അറിയോ നോക്കാലോ. ഊത്താല് ഞാൻ ഊഞ്ഞാലാണോ ഉദ്ദേശിച്ചേ? അല്ല, പ്രിയ വള്ളുവനാടൻ സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് മഴ പെയ്യുമ്പോൾ കാറ്റടിച്ചാൽ എന്തു പറയും? അയ്യോ ഊത്താലടിക്കുന്നു, ജനലുകൾ അടയ്ക്കൂ, അങ്ങനെ പറയും. അപ്പൊ നമ്മള് പറയല് കാറ്റ് അടിക്കുന്നതാ ജനലടിക്കുക? ജനലടയ്ക്കണം. ആ വെള്ളം സ്പ്രേ ചെയ്ത് വരുന്നതിന് എന്താ പറയാ?
കുറച്ച് മഴയുണ്ടെന്ന് തോന്നുന്നു. അതെന്ത് കുറച്ച് മഴയുണ്ട്? ഇപ്പൊ ചേച്ചി ചാറ്റൽ മഴ. അങ്ങനെയല്ല, ഇപ്പൊ ചേച്ചി അവിടെ ഇരിക്കുക, ആ, ചേച്ചിക്ക് ആ സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുക മുഖത്ത്. മഴയല്ല, ആ. ആ സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുക. Okay. ചേച്ചി എന്ത് പറയും? ഇവിടെ ഇരുന്നാൽ എന്തടിക്കും? വെള്ളടിക്കും. ആ വെള്ളടിക്കലല്ല, വെള്ളടിക്കും. പറ്റിയ സ്ഥലം. നൈസ് ആംബിയൻസ്. കടൽ, മരം, കാറ്റ്. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ദേ എന്റെ ഔട്ട്ഫിറ്റ്. മാളുവിന്റെ ഔട്ട്ഫിറ്റ് നോക്കൂ പ്ലീസ്. അടിപൊളിയായിട്ടില്ലേ? അതെ അതെ അതെ. അവളാണ് ഇന്നത്തെ ഷോ സ്റ്റോപ്പ് ചെയ്യുന്നവർ. അപ്പൊ ദേ എന്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഞാൻ മിററിൽ കാണിക്കാം. ഗുജമണിക്ക് ഇഷ്ടായോ ചിക്കുന്റെ ഔട്ട്ഫിറ്റ്? ഇഷ്ടായോ? ദേ അങ്ങനെ ഞങ്ങൾ റെഡി. ഇതെന്റെ സ്കർട്ട്, ഇതെന്റെ ടോപ്പ്, ഇത് മാലുവിന്റെ ഷറാറ. ഇത് ഞങ്ങള് ഗുൽസു ലാസ്റ്റ് ആണ് കേട്ടോ റെഡി ആവാൻ പോണത്. സോ ഗുൽസുവിന്റെ ഔട്ട്ഫിറ്റ് ഒരു സസ്പെൻസ് ആയിരിക്കും. വെയിറ്റ് ഫോർ ദാറ്റ്. Gulsu is going to turn the heads around, right? Isn't it? അവളിങ്ങനെ ആകെ അന്തമിട്ട് നേരത്തെ ചപ്രാസി കോലത്തിലുണ്ടായ രണ്ടുപേരും പെട്ടെന്ന് ഒരു ഗ്ലാം ലുക്ക് സഹിക്കാൻ പറ്റുള്ള അല്ലേ ഗുൽസു? ചുണ്ടിമാവിന്. അപ്പൊ അത്ര ഉള്ളൂ. ഇനി അടുത്ത വ്ലോഗിൽ നമുക്ക് കാണാം. അപ്പൊ താങ്ക് യു സുർമി, താങ്ക് യു നിമു, താങ്ക് യു, ബൈ. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ഓക്കെ ഗുൽസു ബൈ പറ, ബൈ പറ ഗുൽസു, ബൈ പറ കൊച്ചു, ബൈ പറടാ അമ്പു. എന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നു പോയൊരു